കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതി. പ്രസവ സമയത്ത് നവജാത ശിശുവിന്റെ കൈയൊടിഞ്ഞെന്നാണ് ആരോപണം. കുഞ്ഞിന്റെ വലതുകൈയിലെ എല്ലാണ് പൊട്ടിയിരിക്കുന്നത്. ചികിത്സാ പിഴവ് ഡോക്ടർ സമ്മതിച്ചതായും കുഞ്ഞിന്റെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുടുംബം പോലീസിനും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതിയുമായാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. നവജാത ശിശുവിന്റെ കൈ ഒടിഞ്ഞു എന്നാണ് പരാതി. പ്രസവ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. പിന്നീട് കൈയൊടിഞ്ഞ കുട്ടിയെ ഈ വീട്ടുകാരും മാതാപിതാക്കളും അറിയാതെ തന്നെ പ്ലാസ്റ്റർ ഇട്ടു എന്നൊരു ആരോപണമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഈ കുട്ടിയുടെ അമ്മ അമലയുടെ അടുത്താണ്. എന്താണ് സംഭവിച്ചത്? എന്നായിരുന്നു സംഭവം? ഈ കഴിഞ്ഞ മാസം 14-ാം തീയതി ആയിരുന്നു എൻ്റെ പ്രസവം നടന്നത്. അന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയെങ്കിലും ഡെലിവറി നടക്കുന്നത് ഉച്ചയ്ക്കാണ്. സമയം പറയുകയാണെങ്കിൽ 1:36 മോളുടെ ഡെലിവറി ടൈം നടക്കുന്നത്. മോളെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദ്യം തല വന്നെങ്കിൽ പിന്നീട് വലിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഷോൾഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നത്. അന്നേരം ഞാൻ അറിയുന്നില്ല എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു ഡെലിവറി നടക്കുന്ന സമയത്ത്. അമ്മ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതും എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്കും അറിയുന്നില്ല അവിടെ എന്താണ് നടക്കുന്നതും എന്താ സംഭവിക്കുന്നതെന്നുള്ള. കുട്ടീനെ പുറത്തെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതും എടുത്തു കൊണ്ടുപോകുന്നതും ഒരുമിച്ചിട്ടാണ്. പക്ഷെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരു കരച്ചിൽ എന്ന് പറയുന്ന ആ കരച്ചിൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ എത്തി പിന്നീട് NICUവിൽ എത്തിയതിന് ശേഷമാണ് കുഞ്ഞ് കരയണത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരും അറിയുന്നില്ല എന്താ നടന്നതെന്നോ സംഭവിച്ചതെന്നോ ഒന്നും അറിയുന്നില്ല. കുട്ടിക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റോ ചെക്കപ്പോ കാര്യങ്ങളൊന്നും നടത്തിയില്ല. കുഞ്ഞു കിടന്ന് പെടയുക ചെയ്തത്. കുഞ്ഞ് കയ്യും കാലിട്ട് അടിക്കണ സമയത്ത് ആ കയ്യിന്റെ മുകളിലാണ് തട്ടുന്നത്. അത്രയും വേദന സഹിക്കാൻ കഴിയാതെയാണ് കുഞ്ഞ് കിടന്ന് കരഞ്ഞത്. അന്ന് വൈകിട്ടാണ് അത്രയും സമയം വെച്ചുകൊണ്ട് നടന്നിട്ട് വൈകിട്ടാണ് കുഞ്ഞിനെ എക്സ്റേ എടുക്കുന്നതും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്തത്. പിന്നീട് അടുത്ത ദിവസം 15-ാം തീയതിയാണ് ഈ ട്രീറ്റ്മെന്റിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ വരുന്നതും ഓർത്തോ ഡോക്ടർ വന്ന് ചെക്കപ്പ് നടത്തുന്നതും പ്ലാസ്റ്ററിങ് ഇടുന്നതും കാസ്റ്റിംഗ് ചെയ്യുന്നതും ഒക്കെ ചെയ്തത്. ആ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോഴാണ് ഞാൻ ഈ കൈക്ക് ഇത്രയും കനത്തിൽ, കാരണം ഷോൾഡർ തൊട്ടിട്ട് ഫുൾ ഹാൻഡാണ് കാസ്റ്റിംഗ് ചെയ്തത്. അവർ പറയണ എന്താ വെച്ചാല് കുഞ്ഞിന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ തൂക്കവും വെയിറ്റും ഉണ്ടായിരുന്നു. വണ്ണമൊക്കെ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുമ്പം പറ്റിയ പിഴവാണ് എന്നവർ പറയുന്നുണ്ട്, സമ്മതിക്കുന്നുമുണ്ട്. പിന്നെ അതുമല്ല കുട്ടി സ്പേസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് പുറത്തേക്ക് വരാൻ. പക്ഷേ ഷോൾഡർ വിഡ്ത്ത് ഉള്ളത് കൊണ്ട് കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പറ്റിയ അബദ്ധമാണ് എന്നവർ പറയുന്നുണ്ട്, സമ്മതിക്കുന്നുമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം തന്നെ ഉന്നയിക്കുന്നത്. ഏതായാലും ഇവർ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.